ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആ മുകളിലത്തെ ആ തോടങ്ങ് പറിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറ നമ്മുടെ കൈ പറ്റാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടകിയതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് പൊളിച്ച് മാറ്റാം കേട്ടോ. ഇതെത്തുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം കേട്ടോ. ഇങ്ങനെ ഒരു വെള്ള കളർ വരുമ്പോഴത്തേക്കും നമുക്കിത് നിർത്താം. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കയ്യിൽ പരട്ടിയിട്ടുണ്ട്. സാധാരണ കുറേ ആൾക്കാരൊക്കെ വെള്ളത്തിലേക്ക് അരിഞ്ഞിടും, അതിൽ നിന്ന് കഴുകി വരി അതിൻ്റെ കറ കളയാനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനും അങ്ങനെയും ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലിടാതെ തന്നെ ഞാനിപ്പോൾ അതേ സാധാ പാത്രത്തിലേക്ക് കൊത്തി അരിയുവാണേ, പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്കായിട്ട് കൊടുക്കുന്നത് കേട്ടോ. വെള്ളത്തിൽ അരിഞ്ഞിട്ടുള്ളവർക്ക് അങ്ങനെ ഇടാം, അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. കാരണം കയ്പ്പ് രസവും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അരിഞ്ഞ് തീരാറാകുമ്പോഴത്തേക്കും അതിനൊരു കട്ടിയുള്ള ഒരു ഭാഗം വരും അടിഭാഗത്തേക്ക്, അത് അരിയണ്ടാണേ. അത് അരിഞ്ഞുമ്പോഴത്തേക്കും കമർക്കുപ്പ് വല്ലാതെ കൂടും. അതുകൊണ്ട് അത് അരിഞ്ഞിടാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നാരുകളുണ്ടാവും, വലിയ നാരുകൾ. ചെറിയ നാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വലിയ നാരുകളുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി എണ്ണ കയ്യിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയ നാരുകളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിങ്ങ് പോന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇനിയിപ്പം നാരിനിങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവി ഇതെടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എനിക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എരിവേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2-3 എടുത്തത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ഇതൾ കരിയാപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരച്ച് കളയരുത്, ചതച്ചാൽ മതിയേ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കാം കേട്ടോ. പരമാവധി വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ, കാരണം വെളിച്ചെണ്ണ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും മുറിച്ചതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റത്തെ വേവേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഇളക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ തോരനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും തന്നെ കയ്പോ ഒരു നാര് പോലെ ഇരിക്കുമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.